മാതൃഭൂമി ന്യൂസ് ഇംപാക്ട്. MBA ഉത്തരക്കടലാസുകൾ നഷ്ടമായതിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ റിപ്പോർട്ട് തേടി. 3-ാം വർഷ ഉത്തരപേപ്പർ നഷ്ടമായത് മൂല്യനിർണ്ണയത്തിന് കൊണ്ടുപോയ അധ്യാപകനിൽ നിന്നാണ്. ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടത് മറച്ചുവെക്കാൻ സർവകലാശാല ആദ്യം ശ്രമിച്ചു. കുട്ടികളിൽ നിന്ന് വാർത്ത പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങളും നടത്തി. രാഹുൽ ജി നാഥ് വിവരങ്ങൾ നമുക്ക് നൽകും. രാജു, സാധാരണ ഈ കേരള സർവകലാശാലയെ പറ്റിയൊക്കെ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയ്യോ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറ്റം പറയുന്നേ, അതിന്റെ മുഴുവൻ ഖ്യാതിയും കളയുന്നേ, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സർവകലാശാലയാണ് തുടങ്ങിയ വിലാപങ്ങളാണ് നമ്മൾ സാധാരണ കേൾക്കാറ്. പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ തുലാസിൽ നിർത്തുന്ന തരത്തിലുള്ള വീഴ്ചകൾ അവിടെ നിന്നുണ്ടാകുമ്പോൾ ആ ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ കഴിയുകയുമില്ല. രാഹുൽ, ഈ ആദ്യം തന്നെ എങ്ങനെയാണ് ഇത് മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടായത്? ഇത്രയും വലിയ വീഴ്ച മറച്ചു വെക്കാനുള്ള ശ്രമം എങ്ങനെയാണ് ഉണ്ടായത്? അത് ആദ്യഘട്ടത്തിൽ ഈ പരീക്ഷയുടെ ഫലം കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. അതായത് S4 കഴിഞ്ഞു, സെമസ്റ്റർ 4 കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. നാലിൻ്റെ പരീക്ഷയും കഴിഞ്ഞു. സെമസ്റ്റർ 3-ാമത്തെ സെമസ്റ്ററിലെ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഫലം വരുന്നില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഇവർക്ക് ഒരു മെയിൽ ലഭിക്കുന്നത്. മെയിൽ ഈ സെമസ്റ്റർ മൂന്നാം സെമസ്റ്റർ നടത്തിയ പരീക്ഷ, ആ വിഷയം വീണ്ടും പരീക്ഷ നടത്തുന്നു എന്നുള്ള മെയിലാണ് ലഭിക്കുന്നത്. അങ്ങനെ നേരിട്ട് ഇവർ സർവകലാശാലയിൽ ചെല്ലുമ്പോൾ ഈ പരീക്ഷ ഫീസ് ഞങ്ങൾ വാങ്ങുന്നില്ല, പരീക്ഷ എഴുതൂ എന്ന് മാത്രം പറയുന്നു, കാരണം പറയുന്നില്ല. പിന്നീട് അനൗദ്യോഗികമായി ഇവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇത്തരത്തിൽ ഉത്തരക്കടലാസ് കളഞ്ഞുപോയി എന്നറിയുകയാണ്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം വിദ്യാർത്ഥികളുടെ അവകാശം അവിടെ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. പിന്നീട് പറയുന്നത് ഏപ്രിൽ 7 എന്ന തീയതി ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു, പരീക്ഷ എഴുതണം എന്നുള്ള നിർബന്ധവും വാശിയുമാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരീക്ഷ നമ്മോട് പ്രതികരിച്ചവർ പറഞ്ഞത്, ഈ പരീക്ഷ കഴിഞ്ഞ വർഷം മെയ്യിലാണ് നടത്തിയത്. അത് പഠിച്ച് കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷത്തോളം എടുക്കുന്നു. അതിനുശേഷം മറ്റ് ജോലികളിലേക്ക് പോയവരുണ്ട്, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയവരുണ്ട്. അവർക്കൊക്കെ വന്ന് എഴുതാൻ കഴിയുക എന്ന് പറയുന്നത്, ഈ ചെറിയ സമയത്തിനുള്ളിൽ എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഇനി എഴുതണോ എന്ന് തീരുമാനിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. കാരണം ഒരു തവണ എഴുതിയ പരീക്ഷയാണ്. ഒരു അധ്യാപകൻ, വ്യക്തിപരമായി ഒരു അധ്യാപകനുണ്ടായ അനാസ്ഥയുടെ ഭാഗമായി, സർവകലാശാലയുടെ ഭാഗമായുള്ള അനാസ്ഥയുമാണത്. ആ അനാസ്ഥയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണമെന്ന വാശിയിലാണ് സർവകലാശാല ഉള്ളത്. അത്തരത്തിൽ തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത്. മെയിൽ അയച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് അവർ വിചാരിച്ചു. നേരിട്ട് ചെന്ന് അന്വേഷിച്ച വിദ്യാർത്ഥികളോട് കാരണം വ്യക്തമായി പറഞ്ഞില്ല. ഇപ്പോഴും ആ കാരണം പരീക്ഷാ കൺട്രോളറോട് അധ്യാപകൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് വെച്ച് പേപ്പർ നഷ്ടപ്പെട്ടതാണെന്ന്. അധ്യാപകൻ ആ ഘട്ടത്തിൽ തന്നെ പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. എങ്കിലും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഇനിയും പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിന് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. രാഹുലിലേക്ക് വിശദാംശങ്ങൾക്ക് വേണ്ടി തിരികെ വരാം. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം നേരത്തെ അവരുടെ ആകുലതകൾ പങ്കുവെക്കുകയുണ്ടായി, അവരുടെ പേപ്പർ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. വലിയ അനാസ്ഥ സർവകലാശാലയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥി പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മെയിൽ ലഭിച്ചത് ഏക്കാണല്ലേ? രാവിലെ ഒരു 11 മണിയായപ്പോൾ മെയിൽ കിട്ടിയതാണ്. പേപ്പർ കാണാതായെന്നുള്ളത് നമ്മൾ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ റൂമർ പോലെ അറിഞ്ഞതേ ഉള്ളൂ. അപ്പോഴും നമ്മൾ കോളേജ് ചോദിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി ചോദിക്കുമ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ല, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇല്ലല്ലോ, അത് വന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതിൽ ഫീസ് വാങ്ങിക്കുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാം എഴുതിയാലെന്നാണ് കുട്ടിയുടെ ചോദിച്ചത്. അതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ അങ്ങോട്ട് ഡയറക്റ്റ് പോകാതെ കാര്യം, ഒരാൾക്കൂട്ടം ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോയിട്ട് കാര്യമില്ല. അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് റിഫർ ചെയ്ത് സമയം കളയാത്തേ ഉള്ളൂ. രാവിലെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ എല്ലാവർക്കും മെസ്സേജ് ഒരുമിച്ചല്ല കിട്ടിയത്. പതുക്കെ ഓരോരുത്തർക്ക് ഗ്രൂപ്പ് വൈസാണ് മെസ്സേജ് വന്നത്. ഇത് അറിഞ്ഞപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആദ്യ പ്രതികരണം ഉണ്ടായത്? ആക്ച്വലി ഈ പ്രശ്നം തുടങ്ങി ഇപ്പോഴൊന്നും അല്ല. നമ്മൾ 2022 അഡ്മിഷൻ എടുത്ത ബാച്ചാണ്. സോ നമ്മുടെ ഫസ്റ്റ് സെം എക്സാം പോലും നമുക്ക് നടന്നതെന്ന് പറയുമ്പോൾ ജോയിൻ ചെയ്ത് 1 വർഷത്തിന് ശേഷം, ലൈക്ക് സെം 3യുടെ എക്സാം നടക്കുന്ന ടൈമാണ് നമ്മൾ സെം 1 എക്സാം പോലും നടന്നിരുന്നത്. അവസാനത്തെ 1 വർഷത്തിലാണ് നമുക്ക് 4 സെം എക്സാം എഴുതേണ്ടി വന്നത്. ഇതിനിടെ ഇന്റേൺഷിപ്പ് വന്നു, വൈവ വന്നു, എല്ലാം അവസാനത്തെ 1 വർഷത്തിലാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏപ്രിൽ 7 എന്നുള്ള തീയതിയാണ് തന്നിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച പരീക്ഷ. അതെ, ലൈക്ക് 1 വീക്ക് പോലും ഇല്ല. ആലോചിക്കണം, 1 വർഷം മുമ്പ് എഴുതിയ എക്സാമാണ്. അത് പഠിപ്പിച്ചത് അതിനും 6 മാസം മുമ്പാണ്. 1.5 വർഷം കഴിഞ്ഞിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് വീണ്ടും അതെടുത്ത് ഒന്ന് എക്സാമിൽ പ്രിപ്പയർ ചെയ്യേണ്ടേ. എങ്ങനെ അത് സ്റ്റുഡൻസിന് അത് എന്ത് ഒരിതാണെന്ന് മനസ്സിലാകുന്നില്ല. യൂണിവേഴ്സിറ്റി പോകുമ്പോൾ അവർ പറയുന്നു പേപ്പർ മിസ്സായി, എക്സാം എഴുതുക. ഒരു നിസ്സാരമായിട്ട് പറയാം. നമുക്ക് ഇതിന് പ്ലേസ്മെന്റ്സും കാര്യങ്ങളും നോക്കി പോകേണ്ട സമയം. പാലക്കാട് വെച്ച് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് യാത്രക്കിടെ നഷ്ടപ്പെട്ടെന്നാണ് അറിയുന്നത് പേപ്പർ. ചേട്ടാ, നഷ്ടപ്പെടാൻ എന്താണ് ഇത്? സ്റ്റുഡൻസ് 71 ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് അല്ല, 71 സ്റ്റുഡൻസിൻ്റെ ജീവിതമാണ് ആ കയ്യിലിരിക്കുന്നത്. ഇത് സൂക്ഷിക്കാൻ പറ്റാത്ത ഒരാൾ അധ്യാപകനെ എന്ന് എങ്ങനെ പറയും? സ്റ്റുഡൻസിൻ്റെ ജീവിതം മാർഗം നയിച്ചു കൊടുക്കുന്ന ഒരാളാണ് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ മിസ്സായി. അത് കാരണം 71 സ്റ്റുഡൻസ് വീണ്ടും എക്സാം എഴുതണം. അതിൽ ഇപ്പം തന്നെ എൻ്റെ ഫ്രണ്ട് പുറത്താണ്. പുള്ളിക്കാരൻ ഇന്നലെ രാവിലെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ ഫുള്ളി ബ്ലാങ്ക് ആയിട്ടുണ്ട്. എനിക്ക് വരാൻ പറ്റില്ല, എങ്ങനെയാലും എമർജൻസി ലീവ് എടുത്തോലും വരാൻ. കാരണം പുള്ളിയുടെ വിസ കൺവേർട്ട് ആവുന്ന ഈ മാസം ലാസ്റ്റാണ്, അടുത്ത മാസം ലാസ്റ്റാണ്. പുള്ളിക്ക് വരാൻ പറ്റില്ല. ഇനി പുള്ളി വീണ്ടും ഇനി സപ്ലൈ ആയിട്ട് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് എഴുതുക എന്നുള്ള ചോയ്സേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? നിയമപരമായി മുന്നോട്ട് പോകാനാണോ?
നിയമപരമായി ഇത് ഓൾറെഡി ഇങ്ങനൊരു കേസ് വന്നപ്പോൾ ആവറേജ് മാർക്ക് കൊടുത്ത് പാസ്സാക്കി വിടണമെന്നാണ് ഹൈക്കോടതിയുടെ ഓർഡർ ഉള്ളത്. അപ്പോൾ അതുപോലൊരു ആവറേജ് മാർക്ക് ഇട്ട് പാസ്സാക്കി വേണം, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതാണ് ഞാൻ പറയുന്നത്. കാര്യം പിന്നെ വീണ്ടും മിസ്സാവാമല്ലോ. ഇപ്പോൾ നമ്മുടെ S4 പേപ്പറുണ്ട്, അതിനിപ്പോൾ നാളെ അത് മിസ്സായി വീണ്ടും എക്സാം എഴുതാൻ പറയണമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അവരെ ആശങ്കയുണ്ട് S4 മുഴുവൻ പേപ്പർ മിസ്സാകുമോ അല്ലേ? ഇതിപ്പോൾ നമ്മൾ വെറുതെ വിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും പറയാമല്ലോ, നമ്മുടെ ജൂനിയേഴ്സിൻ്റെ പേപ്പർ വീണ്ടും മിസ്സായി ഒന്നും കൂടെ വന്ന് ഇടണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്താണ് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മയാണ് കാണിക്കുന്നത്. വലിയ അനാസ്ഥ സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന് പകരമായി ഇവർ പരീക്ഷ എഴുതണമെന്ന വാശിയിലാണ് സർവകലാശാല ഇപ്പോൾ.